عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സൂറത്തു നാസിആത്ത് 79-ാമത്തെ സൂറത്താണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والنازعات غرقا والناشطات نشطا والسابحات سبحا فالسابقات سبقا فالمدبرات أمرا യൗമ തർജുഫുർ റാജിഫ. ആദ്യത്തെ 5 ആയത്ത് മലക്കുകളെയാണ് ഉദ്ദേശിക്കുന്നത്. മലക്കുകളുടെ പ്രവർത്തനങ്ങളെ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത്. അവർക്കുള്ള 5 സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന 5 ആക്ടിവിറ്റിയാണ് ഇവിടെ പറയുന്നത്. വന്നാസിആതി ഗർഖാ. വന്നാസിആത്ത് എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് പറഞ്ഞാൽ മൈക്രോ സെക്കൻഡിലാണ് ഒരാളുടെ ജീവൻ എടുക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരാളുടെ റൂഹ് എടുക്കുന്ന മലക്കാണെങ്കിൽ അവരുടെ പ്രവർത്തനം എല്ലാം വിത്തിൻ സെക്കൻഡ്സ്, നമുക്ക് ഊഹിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത അത്ര സ്പീഡിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവരുടെ സ്വഭാവമാണ്. അവർ ആഴത്തിൽ മുങ്ങി ഡെപ്തിൽ ഇങ്ങോട്ട് ഇറങ്ങിച്ചെന്നിട്ട്, അപ്പോൾ ആഴത്തിൽ ഇപ്പോൾ ആകാശലോകത്തുനിന്ന് വരികയാണെങ്കിൽ അത്രയും ഹൈ സ്പീഡ് റോക്കറ്റൊക്കെ വന്നിട്ട് ഇങ്ങനെ വീഴുന്നില്ലേ, പിന്നെ മിസൈലൊക്കെ വന്നിട്ട് വീഴുന്നില്ലേ, നമ്മൾ അതുപോലെ ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യുക. അത്രയും ശക്തമായ രീതിയിൽ വന്നിട്ട് മുങ്ങിച്ചെന്ന് എടുക്കുന്ന പോലെ. എന്നാലാവട്ടെ അത് വളരെ സ്മൂത്തായിട്ട് അത് ഫങ്ഷൻ ചെയ്യുന്നു. എനിക്ക് ഇംഗ്ലീഷേ പറയാൻ കഴിയുള്ളൂ ചില കാര്യങ്ങളൊക്കെ. സൗമ്യമായി വളരെ നല്ല രീതിയിൽ അത് പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ റൂഹ് എടുക്കുന്ന കാര്യമാവാം. വസ്സാബിഹാതി സബ്ഹാ. അവർ അതിശക്തമായിട്ട് ആകാശലോകത്ത് സ്വിമ്മിങ്, സബഹ എന്ന് പറയുന്നത് സ്വിമ്മിങ് മോഷനിൽ ആ ഒരു മോഷൻ പറയാം, അതിൻ്റെ യാത്ര. അപ്പം നേരത്തെ മേലെ 1-ാമത്തെ ആഴ്ചയിൽ പറഞ്ഞത് അപ്പ് ടു ഡൗൺ ആണെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് അങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ. വസ്സാബിഖാതി സബ്ഖാ. ഇനി സ്ട്രൈറ്റ് ആണെങ്കിൽ ഇങ്ങോട്ട്. അപ്പോൾ നമ്മൾ 8 ദിക്കും വെച്ചിട്ട് ഇതിനെ കണക്കാക്കുക. ഒന്ന് മേലേന്ന് താഴോട്ട്, ഒന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. അതുപോലെ തന്നെ ഫസ്സാബിഖാതി സബ്ഖാ, പിന്നെ ക്രോസ് ആയിട്ട് ചെയ്യുന്നത്. ഇത് അതിൻ്റെ ഡയറക്റ്റ് വേർഡ് ടു വേർഡ് എല്ലാം പറയുന്നത് ആശയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഫൽമുദബ്ബിറാതി അംറ, എന്നിട്ട് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന. അപ്പോൾ ഈ മുങ്ങിത്താഴുക എന്ന് പറയുമ്പോൾ മേലേന്ന് താഴോട്ട് വരുന്നത് അല്ലെങ്കിൽ വലത്തുനിന്ന് ഇടത്തോട്ട് പോണത്, അങ്ങനെ പല ഭാഗത്തും സഞ്ചരിക്കുന്ന, വളരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ശക്തികൾ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഈ ശക്തി, അപ്പോൾ ഇതൊക്കെ മലക്കിൻ്റെ കാര്യമാണ്. വസ്സാബിഹാത്തി എന്ന് പറഞ്ഞാൽ പാരലായിട്ട് ആകാശലോകത്തൂടെ, അപ്പോൾ കാറ്റിനെ നിയന്ത്രിക്കുന്ന മലക്കുകളാവാം. വന്നാഷിത്വാത്തി നഷ്ത്വ, സൗമ്യമായി പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചെടികളിൽ നിന്ന് മുത്ത് പിന്നെ വിളവുകൾ ഉണ്ടാക്കുന്നതാവാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ഭൂമിയുടെ നിയന്ത്രണ പ്രവർത്തനങ്ങൾ, ആകാശലോകത്തെ നക്ഷത്രങ്ങളുടെ ചലനങ്ങൾ പാരലായിട്ട് സഞ്ചരിക്കുന്നതിനെ സംബന്ധിച്ചാവാം. ഇത് നമുക്കിങ്ങനെ ഗസ് ചെയ്യാനേ പറ്റുള്ളൂ. ഇതിനൊന്നും കൃത്യമായിട്ടുള്ള തഫ്സീറുകൾ, ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് മുന്നോട്ട് കുതിക്കുന്ന, ഇതൊക്കെ മലക്കുകളുടെ പ്രവർത്തനങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഈ 5 ഗുണങ്ങൾ, ശക്തമായ, അതിശക്തരായ, വളരെ കൃത്യതയോടെ, കണിശമായി, ചടുലതയോടെ പ്രവർത്തിക്കുന്ന മലായിക്കത്തിൻ്റെ സ്വഭാവത്തെ 5 ആയത്തുകൾ വിശദീകരിച്ചിട്ട് പിന്നെ പറയുക യൗമ തർജുഫുർ റാജിഫ. എന്നാൽ അന്നത്തെ ദിവസം ഒരൊറ്റ ശബ്ദമായിരിക്കും, ഒരൊറ്റ പ്രകമ്പനായിരിക്കും, ഒരൊറ്റ കുലുക്കത്തിൽ തീരുമെല്ലാം. ഒരൊറ്റ കുലുക്കം. നമ്മൾ കയ്യിലൊരു ബോൾ ഇട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കുലുങ്ങണ സാധനം എടുത്ത് ഇങ്ങനെ കിലുക്കൊക്കെ കുലുക്കുന്ന ഒരൊറ്റ കുലുക്കല് അതൊക്കെ തവിട് പൊടിയായിട്ടുണ്ടാവും. തവിട് പൊടി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൈൻഡറിൽ, മിക്സിയിലൊക്കെ സാധനം പൊടിച്ചെടുക്കുന്ന പോലെ മൊത്തം അങ്ങോട്ട് എല്ലാം തീരുമാനമായിട്ടുണ്ടാവും ആദ്യത്തെ പ്രകമ്പനത്തിൽ തന്നെ. അപ്പോൾ ഈ കാഹളത്തിൽ ഊതുന്ന സംഭവമൊക്കെ പറയുന്നില്ലേ, അതുപോലെ ആ ഒരു സംഭവത്തിൽ 1-ാമത്തെ ഊത്ത് നടക്കുന്നതിന് അനുബന്ധമായിട്ട് പറയുന്നില്ലേ, അതുപോലെ ലോകത്തെ മുഴുവൻ അങ്ങ് നശിപ്പിച്ച് കളയുമാർ ഒറ്റ പ്രകമ്പനം ഉണ്ടാവും. അതിനോട് തുറന്ന് 2-ാമത്തതും ഉണ്ടാകും. അപ്പോൾ 2-ാമത്തതോടുകൂടെ ലോകത്തെ മുഴുവൻ ജനങ്ങളും
എണീറ്റ് വരുന്ന പ്രകമ്പന രണ്ടാമത്തെ ഊത്തിലെ ലോകത്തെ മുഴുവൻ ജനങ്ങളും എഴുന്നേറ്റ് എല്ലാവരും അള്ളാഹുവിൻ്റെ പരലോകമാണല്ലോ ഈ വരാൻ പോണത്, നരകം സ്വർഗം വിചാരണ. പടച്ചവനെ നേരത്തെ സൂറത്ത് ആബസിൽ നമ്മൾ പഠിച്ചു. പഠിച്ച പോലെ അവരുടെ മുഖം കറുത്തിരുണ്ട്, അല്ലെങ്കിൽ പ്രസന്നമായി. അപ്പം ഇത് ഈ ദിവസം ഖുലൂബുൻ യൗമഇദിൻ വാജിഫ, എന്നാൽ ചില മുഖങ്ങൾ അന്ന് വാജിഫയാകും, പേടിച്ചിട്ടായിരിക്കും. ചില ആൾക്കാർ, എല്ലാവരും ഇല്ല കേട്ടോ, അന്നത്തെ ദിവസം യൗമഇദിൻ വാജിഫ മുടിച്ചിടുന്ന ചില ആൾക്കാരുണ്ടാവുന്നതാണ്. എന്നുവെച്ചാൽ അള്ളാഹുവിൻ്റെ പരലോകത്തെ പേടിക്കാതെ, അള്ളാഹുവിൻ്റെ മഹ്ശറയെ പേടിക്കാതെ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിക്കാതെ ദുനിയാവിൽ തനിക്ക് തോന്നിയതുപോലെ ജീവിച്ച മനുഷ്യന്മാർ അവർ പേടിക്കേണ്ടി വരും. അവരന്നത്തെ ദിവസം പേടിച്ചതായിരിക്കും. അബ്സാറുഹാ ഖാശിഅ, അവർ പേടിച്ചുകൊണ്ട് മാത്രമല്ല അവരുടെ കണ്ണുകളിൽ ആ ഖാശിയ കാണാൻ പറ്റും, ആ ഭയം ഇങ്ങനെ കാണാൻ പറ്റും. അവർ പേടിച്ചിട്ടുണ്ടാവും. തെറ്റ് ചെയ്ത കുറ്റവാളികളെ പിടിച്ചുകൊണ്ടുപോയി ശിക്ഷിക്കാൻ വേണ്ടിയിട്ട്, പണിഷ്മെൻറ്റിന് വേണ്ടി പോലീസുകാർ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ശിക്ഷയുടെ കഴുമരത്തിലേക്ക് കയറ്റാൻ പോകുന്ന, ശിക്ഷ നടപ്പാക്കാൻ പോകുന്ന അവസ്ഥയിൽ ഒരാളുടെ കണ്ണെത്രത്തോളം ഉണ്ടോ, പിടിക്കപ്പെടുന്ന ആകുമ്പോണ്ടാകുന്ന, കൈക്കൂലിക്കാരനായ ഒരു ഓഫീസറെ കൈക്കൂലി കേസിൽ പിടിച്ചുതാ ശിക്ഷിക്കാൻ കൊണ്ടുപോകുമ്പോൾ എത്രത്തോളം അയാളുടെ മനസ്സിലുണ്ടാവോ ബേജാറും ടെൻഷനും, അത് കണ്ണിൽ കാണാം. ഖാശിഅയിലായിരിക്കും. യഖൂലൂന, അവർ പറയും, ഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ, അവർ നാട്ടിൽ നിന്ന് അവർ പറയും, എന്ത്, ഞങ്ങൾ ഈ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കപ്പെടുമോ? ഇതൊന്നും ചോദിക്കണില്ല. ഇന്നത്തെ മോഡേണിസ്റ്റുകളായിട്ടുള്ള, ഇന്നും ഇസ്ലാമിനെതിരെ കിട്ടുന്ന ചാൻസ് മുഴുവൻ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമമായി നടക്കുക. അവരുടെ മെയിൻ ചോദ്യം ഇതാണ്, പരലോകം, എന്ത് പരലോകം, ആരുണ്ടാവണം, ഈ ലോകം ഇവിടെ തീരൂലേ എന്നൊക്കെ ചോദിക്കുന്ന അവരാണ് ഇവർ. ആര്? രണ്ടാമത്തെ ശബ്ദത്തോടെ ലോകത്തെ മുഴുവൻ ജനങ്ങളും എണീറ്റ് നിൽക്കുമ്പോൾ പേടിച്ച കണ്ണുകളുമായിട്ട് നിൽക്കുന്ന മനുഷ്യർ ദുനിയാവിൽ ചോദിച്ച ചോദ്യമാണിത്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഈ ആൾക്കാർ ഇനിയും നമ്മളൊക്കെ മരിച്ച് ഖബറിൽ മണ്ണോട് ചേർന്നിട്ട് പിന്നെ പരലോകം ഉണ്ടാവുകയെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ നിങ്ങളെപ്പോഴെങ്കിലും കാണുമ്പോൾ ഈ ആയത്ത് നോർത്തേക്കണേ. അവരോട് പറഞ്ഞാൽ മതി. 79-ാമത്തെ ആയത്ത് അല്ല, 79-ാമത്തെ സൂറത്തിലെ 10-ാമത്തെ ആയത്ത് അവരോടൊന്ന് പറഞ്ഞേക്കണം. യഖൂലൂന ഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ, ഇനിയും ഞങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് പണ്ടത്തെ പോലെ മനുഷ്യനായിട്ട് മാറുന്നോ എന്നൊക്കെ ആശങ്ക പറഞ്ഞവരില്ലേ, അവർക്കൊക്കെ ഉള്ള അവസ്ഥയാണിത്. ഇദാ കുന്ന ഇദാമൻ നഖിറ, ഞങ്ങളുടെ എല്ല് വരെ പൊടിയായി നുരുമ്പിച്ച ശേഷം ഞങ്ങളൊക്കെ ഇനി ഉണ്ടാവുന്നാണോ പറയണത്? ഖാലു, അവർ പറഞ്ഞിരുന്നു, തിൽക ഇദൻ കറത്തുൻ ഖാസിറ, എന്നാൽ അത് അങ്ങനെ ഉണ്ടായാൽ വലിയൊരു നഷ്ടം തന്നെയായിരിക്കും, അങ്ങനെ വിചാരണയൊക്കെ വന്നാലേ നമ്മളൊക്കെ കുടുങ്ങല്ലോ എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടാവും കളിയാക്കുന്ന സ്വഭാവത്തിൽ. പക്ഷേ ആ കളിയാക്കലുകൾക്കൊക്കെ അന്ത്യം കുറിച്ചുകൊണ്ട് ഇതൊക്കെ നടക്കും. ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ, എന്നാൽ ഒരൊറ്റ ശബ്ദം മതി, അന്ന് എല്ലാം തീരുമാനാകും. ഫഇദാ ഹും ബിസ്സാഹിറ, അന്ന് അപ്പോഴേക്കും അവർ അവിടെ ഹാജരായിട്ടുണ്ടാവും. ഒരൊറ്റ ശബ്ദത്തോടു കൂടെ തന്നെ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ടാവും. അള്ളാഹ്ക്ക് ഇതൊക്കെ നടക്കാത്ത കാര്യമാണോ? ഹല്ലജാക ഹദീസു മൂസ, ഇനിയിപ്പോൾ ഇവർ വലിയ വമ്പത്തരം കാണിച്ചത് കുറച്ച് കയ്യിൽ 4 കായ് ഉണ്ടാകുമ്പോഴത്തേക്ക്, കുറച്ച് കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാകുമ്പോഴത്തേക്ക് അവർ വലിയ ധിക്കാരികളായി ഡമ്പ് കാണിച്ചിട്ട് പിന്നെ അള്ളാഹ് വേണ്ട, പിന്നെ നന്മ വേണ്ട, പിന്നെ നീതി വേണ്ട, പിന്നെ ഞാൻ മതി, ഞാനാണ് വലിയ ആള് എന്ന് തോന്നുന്ന അഹങ്കാരമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കഥ എങ്ങോട്ട് പറഞ്ഞു കൊടുത്തേക്ക്. ഹല്ലതാക ഹദീസു മൂസ നബിയുടെ കഥ അങ്ങോട്ട് വർത്താനം അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. ഇദ്നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ, താഴ്വരയിൽ വെച്ച് അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ച ആ പ്രബോധനത്തിൻ്റെ കഥയ്ക്ക് നമുക്ക് അറിയണല്ലേ. തുവയിൽ അള്ളാഹു വിളിച്ചിട്ട് സംസാരിച്ചു മൂസ അലൈഹിസ്സലാമിനോട്. ആ സംസാരത്തിൽ കുറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്താ?
ഫിർഔൻ അന്നത്തെ ഏറ്റവും വലിയ ധിക്കാരിയോട് ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, അക്രമിയായിട്ടുള്ള തഗയായിട്ടുള്ള വലിയ അഹങ്കാരിയായിട്ടുള്ള ആ ഫിർഔൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവുക. ഇദ്ഹബ്, നീ പുറപ്പെടുക. മൂസാ നബിൻ്റെ കഥ പറഞ്ഞു കൊടുക്കാൻ പറയാം. ആരോട്? ഈ നാട്ടിലെ ആൾക്കാരിൽ ഇങ്ങനത്തെ മോഡേണിസ്റ്റുകളായിട്ട് ഞങ്ങൾ വലിയ പുരോഗമനവാദികളാന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിനെ കളിയാക്കുന്ന അത്തരത്തിലുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കുക. അതിനേക്കാൾ ഒന്നുമല്ല, നീയൊക്കെ വെറും പുഴു. എന്നെക്കാളും വലിയ ഒരു ആളുണ്ടായിന്, അയാളെ കഥ പറഞ്ഞുതരാം, ഇങ്ങോട്ടോ അവിടെ ഇരിക്ക്. പണ്ടേ ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറോവമാരുടെ പരമ്പരയിൽ പിരമിഡില്ലേ, അവർ ചിലപ്പം പിരമിഡൊക്കെ പോയി കണ്ടിട്ടുണ്ടാവും. അവരോട് പറയാം, ഈ പിരമിഡിൻ്റെ വലുപ്പത്തിലുണ്ട്, ഇതിനൊക്കെ ഇതൊക്കെ അടക്കി വാണിരുന്ന വലിയ ഒരു രാജാവിൻ്റെ കഥ പറഞ്ഞുതരാം, അവിടെ ഇരിക്ക്, ഇത് കേക്ക്. അന്ന് തുവാ താഴ്വരയിൽ വെച്ചിട്ട് മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു, ചെല്ല് അങ്ങോട്ട് ആ വലിയ അക്രമിയായ രാജാവിൻ്റെ അടുത്തേക്ക്. ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്കാ, അയാളോട് പോയി ചോദിക്കാൻ, ഒരു ചോദ്യം ചോദിക്കാനുള്ളൂ, നീ വിശുദ്ധനാകാൻ തയ്യാറുണ്ടോ? അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പറഞ്ഞ ആളോട്, ഞാൻ ഈ ലോകത്തിൻ്റെ വലിയ ആളാണ്, ഞാനാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ ആ അക്രമിയായ ജനങ്ങളെ അറുകൊല ചെയ്ത, ജനങ്ങളെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി, ഒരു കാരണവുമില്ലാതെ സ്ത്രീകളെ ഉപദ്രവിച്ചു, വല്ലാത്ത കൊടും ക്രൂരനായ അക്രമിയായ ഭരണാധികാരി നേരെ കൊട്ടാരത്തിൽ കയറി ചെന്നിട്ട് മുഖത്ത് നോക്കി, നീ പടച്ച റബ്ബിന് കീഴ്പ്പെടാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ മൂസാ അലൈഹി സ്വലാമിനെ പറഞ്ഞയച്ച കഥ പറഞ്ഞു കൊടുക്കണം ഈ അക്രമികളായ നാട്ടിലുള്ള സകല മനുഷ്യന്മാർക്കും. ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക, നീ ശുദ്ധിയാവാൻ, നിന്നെ ശുദ്ധീകരിക്കാൻ നീ നന്നാവാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു മൂസാ നബിയോട്. വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ, ഞാൻ നിൻ്റെ റബ്ബിൻ്റെ അടുത്തലേക്ക് നിന്നെ വഴി നടത്താനും നിനക്ക് വഴി കാണിക്കാനും വന്ന ആണ് എന്ന് അവനോട് പോയിട്ട് പറഞ്ഞേക്കുക. തഖ്ഷ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ഹിദായത്തിൽ വരാൻ നീ തയ്യാറുണ്ടോ എന്ന് ചോദിക്ക്. ഫഅറാഹുൽ ആയതൽ കുബ്റാ, അള്ളാഹുവിന് ഒരു ദൃഷ്ടാന്തം അവിടെ കാണിച്ചു. വടി നിലത്തിട്ട് പാമ്പായ കഥ, കക്ഷത്തിൽ കൈവച്ചപ്പം വലിയ പ്രകാശം വന്ന കഥ, ആ സംഭവമൊക്കെ അവിടെ കാണിച്ചു കൊടുത്തൊരു തെളിവിന് വേണ്ടി. എന്നിട്ടോ വ്യക്തമായ തെളിവുണ്ടായിട്ടും ധിക്കാരം കാണിച്ചു, തിരിഞ്ഞു കളഞ്ഞു, കളവാക്കി കണ്ണിന് മുമ്പിൽ. അതൊക്കെ വലിയ മേജിക്കാണ്, കൺകെട്ടാന്നൊക്കെ പറഞ്ഞിട്ട്, ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി അതങ്ങോട്ട് അവഗണിച്ച് തള്ളി. എന്നിട്ട് മാത്രമല്ല, അയാൾ വലിയ ശ്രമമൊക്കെ നടത്തി ഇതൊക്കെ പൊളിക്കാൻ വേണ്ടി. വലിയ മേജിക്കാരൊക്കെ കൊണ്ടുവന്ന് ഇതൊക്കെ മേജിക്കാന്ന് പറഞ്ഞ് അള്ളാഹുവിനെ നിഷേധിച്ചു. ഫഹശറഫനാദ, അങ്ങനെയുള്ള ശ്രമങ്ങൾ അന്നും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. ഇസ്ലാമിനെതിരെ ഒരു വടി കിട്ടിയ എങ്ങനെയെങ്കിലും കൊട്ടാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ശ്രമങ്ങളും നടത്തുന്ന ആളുകളൊക്കെ ഇത് കേൾക്കണം, അവർ കൂടിയുള്ളതാണ്. അങ്ങനെ അവരിത് കേൾക്കൂല എന്ന് എനിക്ക് ഉറപ്പാണ്. അവരിതൊന്നും കേൾക്കൂല, ഈ തഫ്സീറിൻ്റെ ക്ലാസ് ഒന്നും അവർ കേൾക്കൂല. അവർക്ക് അതിനുള്ള ഓപ്പണിംഗ് ഇല്ല. അവരുടെ കൽബ് അങ്ങനെ അടച്ചു പോയവരാണ് ഈ പണിക്ക് ഇറങ്ങുള്ളൂ. പക്ഷെ നമ്മൾ കേൾക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഈ പണി ചെയ്യുന്ന ആളുകൾ അവർ അതിനുള്ള പരിശ്രമം നടത്തിയ ഫിർഔൻ മൂസാ അലൈഹി സ്വലാമിനെതിരെ പരിശ്രമം നടത്തി. എന്താ പരിശ്രമം നടത്തി? വലിയ മേജിക്കാരുണ്ടെന്ന് വലിയ സമ്മേളനമൊക്കെ നടത്തി, വലിയ പരിപാടി നടത്തി. എന്നിട്ട് മൂസാ അലൈഹി സ്വലാമിനോട് വടിയിടാൻ പറഞ്ഞു. ബാക്കിയുള്ളവരും വലുതൊക്കെ ഇട്ടപ്പോൾ മൂസാ അലൈഹി സ്വലാം തന്നെ ഞെട്ടിപ്പോയി. കാരണം അത്രയും വലിയ വലിയ പരിപാടികളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മൂസാ അലൈഹി സ്വലാമിനോട് വടിയിടാൻ അല്ലാഹ് പറയുന്ന മൂസാ അലൈഹി സ്വലാം വടിയിടുന്നതോടുകൂടെ വലിയൊരു പാമ്പായി മാറുകയും അവിടെയുള്ള, അപ്പോൾ അവർക്ക് മനസ്സിലായി, മേജിക്കാർക്കും ഇത് മേജിക് അല്ലല്ലോ, ഇത് പരിപാടി വേറെയാണല്ലോ, ഇത് സത്യമാണ്, ഒരു പാമ്പ്, ഒറിജിനൽ പാമ്പ്. മറ്റുള്ളവയൊക്കെ എടുത്ത് വിഴുങ്ങുകയാണ്, മറ്റുള്ളത് എല്ലാ സാധനവും എടുത്ത് ഇത് തിന്നാൻ തുടങ്ങാൻ. സാധാരണ നോർമൽ പാമ്പ് ചെയ്യുന്നതിൻ്റെയൊക്കെ അപ്പുറം അത്ഭുതം, ഇത് മേജിക്കല്ല. അവരെ കൊന്നടക്കം മൂസാ അലൈഹി സ്വലാമിൻ്റെ അനുയായികളായി. ഫഹശറഫനാദ, അങ്ങനെ ജനങ്ങളെ വിളിച്ചു കൂട്ടി വിളംബരം ചെയ്തു. എല്ലാവരും വിളിച്ചു കൂട്ടി. ഫഖാല അന റബ്ബുകുമുൽ അഅല, ഞാനാണ് റബ്ബ്, വേറെ റബ്ബില്ല, ഈ പ്രപഞ്ചത്തിൻ്റെ ഒക്കെ റബ്ബ് ഞാനാണ്. ഫഖാല അന റബ്ബുകുമുൽ അഅല ഫഅഖദഹു അല്ലാഹു നകാലൽ ആഖിറതി വൽ ഊലാ, ദുനിയാവിൽ പരലോകത്തും ദുനിയാവിൽ ഇരു ലോകത്തും ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അവൻ അങ്ങ് മുക്കിക്കൊന്നാള്. ഞാനാണ് വലിയ ആളെന്ന് പറഞ്ഞ ആൾ നീന്താൻ പോലും കഴിയാതെ മുങ്ങി ചത്തുപോയി.
ഇതാണ് ലോകത്തെ അടക്കി ഭരിച്ച ലോകാവസാനം വരെയുള്ള ജനങ്ങൾ. ഇന്നൊക്കെ ഇപ്പോൾ വലിയ 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 വാർ ക്രിമിനലുകളൊക്കെ ആയിട്ട് വാഴുന്ന ആൾക്കാരില്ലേ, കുറച്ചൊക്കെ പൈസ ഉള്ളതിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ അഹങ്കാരം കാണിക്കുന്ന രാജ്യങ്ങളുടെ മേലെയൊക്കെ വലിയ പീഡനങ്ങളൊക്കെ അയച്ചുവിടുന്ന രാജ്യത്തെ രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ. ഇവരൊന്നും അധികകാലം വാഴാൻ പോകുന്നില്ല. അവരുടെ കുറച്ച് കാലത്തെ ജീവിതം അവർക്കുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവർക്ക് വലിയ നിന്ദ്യതയാണ് അവർക്ക് ഈ ദുനിയാവിന്. അവരൊക്കെ അവസാനം മയ്യത്താവണതിൻ്റെ മുമ്പുള്ള അവസ്ഥയൊക്കെ ശരിക്കും നമ്മൾ റിസർച്ച് ചെയ്യേണ്ട ടോപ്പിക്കാണ്. ദുനിയാവിൽ എന്തുമാത്രം നിന്ദ്യരായിട്ടാണ് മരണപ്പെടുക എന്നുള്ളത്. അതൊക്കെ അവരെ കാത്തിരിക്കുക. ലെറ്റ്സ് വെയിറ്റ്, നമുക്ക് കാണാം. അപ്പോൾ ഈ ഫറോവമാരുടെ, ഈ ഫിർഔൻ എന്ന് പറയുന്ന അന്നത്തെ വലിയ ഭരണാധികാരിയായിട്ടുള്ള ഞാനാണ് അനറബ്ബുക്കുമുല്ലാ എന്ന് പറഞ്ഞ മനുഷ്യനെ ഒന്ന് നീന്താൻ പോലും കഴിയാതെ മുങ്ങി ചത്തുപോയി എന്ന ചരിത്ര സംഭവം എന്ന് വെച്ചാൽ, അള്ളാഹിൻ്റെ ദീനിനെ കൊച്ചാക്കിയിട്ട് ഈ ഭൂമിയിൽ യഥാർത്ഥ പടച്ച റബ്ബിനെ കൊച്ചാക്കി ദീനിൻ്റെ വിഷയത്തിലൊക്കെ ഇങ്ങനെയൊക്കെ നിഗളിച്ച് നടക്കുന്ന അക്രമികളായ കുറേ ആൾക്കാരുണ്ടല്ലോ. ആ ആൾക്കാർ, കളവാക്കുന്ന കാഫിറുകളായ ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ സംഭവിക്കാൻ പോണത് ദുനിയാവിൽ തന്നെയാണ്. ഫിറഔൻ്റെ പിൻഗാമികളായിട്ട് അവർ വാഴും എന്നല്ലാതെ അതൊക്കെ നമുക്ക് കണ്ടറിയാം. നമ്മളൊന്നും അവരോട് സംസാരിക്കാനൊന്നും പോകേണ്ട വിഷയങ്ങൾ, അതൊക്കെ നമുക്ക് കണ്ടെന്നെ അറിയാം. അവരൊന്നും ഖുർആൻ്റെ 7 അകലത്തേക്ക് അടുത്ത് വരില്ല. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ. ഇതിൽ യഖ്ശ, ഖുശൂഅള്ള, അള്ളാഹുവിനെ ഭയം, അള്ളാഹുവിനെ ഖുശൂ എന്ന് പറഞ്ഞാൽ പേടി മാത്രം. ഇപ്പോൾ നായനെ കാണുമ്പോൾ നമ്മൾ പേടിക്കില്ലേ, അതല്ലല്ലോ അള്ളാഹിനോട് നമ്മൾ കാണിക്കണേ. ആ പേടിക്കപ്പുറത്തേക്ക് ബഹുമാനത്തോടെയുള്ളൊരു ഭയം, അള്ളാഹുവിൻ്റെ സ്ഥാനം, പവിത്ര സ്ഥാനത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹിനെ ഭയപ്പെടും. അള്ളാഹിനെ അറിയും എത്രത്തോളം നമുക്ക് അള്ളാഹുവിനെ. അപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറയാം. നമ്മളിപ്പോൾ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാക്ക് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ലൊരു ഡീസൻറ്റ് കുപ്പായൊക്കെ ഇട്ട്, നല്ല ഇസ്തിരിയൊക്കെ ഇട്ട ഒരു കുപ്പായൊക്കെയാണ്, നല്ലൊരു മനുഷ്യൻ. അയാളിങ്ങനെ കുത്തുപോയി നമ്മൾ അയാൾ കാണുന്നുണ്ട്. നമ്മൾ കണ്ടപ്പോൾ നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കൈയൊക്കെ കൊടുത്ത് അടുത്തിരുന്ന് അയാൾ കുത്തുപോക്ക് കഴിഞ്ഞ് ജുമ കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. ഓ, കലക്ടറാണ് വന്നിരിക്കുന്നത്, ഒരു IAS ഓഫീസർ. അയാളെ കാറും പോലീസ് ഗൺമാനൊക്കെ പുറത്തുണ്ട്. അയാൾക്ക് ഞാൻ കൈ കൊടുത്ത് അയാളെ മഹത്വം മനസ്സിലാക്കിയപ്പോൾ നമ്മൾ പിന്നെ ഒന്നുകൂടി പോയിട്ട് കൈ കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ കൈ കൊടുത്തത് എങ്ങനെ, ഏതൊരു മനുഷ്യൻ. അപ്പോൾ അയാളുടെ ആ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അയാൾ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്ന പോലെ അള്ളാഹുവിനെ പറ്റി പഠിക്കുക, അള്ളാഹിൻ്റെ ശക്തി ശരിക്കും നമ്മൾ അറിയണം. ഞാനത് പറയുമ്പോഴും നിങ്ങളിത് കേൾക്കുമ്പോഴും അള്ളാഹുവെ പറ്റി ഇനിയും പഠിക്കണം എന്നാണ് നിങ്ങളോട് ഉള്ളൊരു നസീഹത്ത് എനിക്കുള്ളത്. ഞാനും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു എന്ന ശക്തിയെ അത് നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുക. നമ്മുടെ ശരീരത്തിൽ ഓരോ സെല്ലും എങ്ങനെ എല്ലാം അള്ളാഹിൻ്റെ അറിവിൽ പെട്ടതാണ്. ആ ശക്തിയെ വേണ്ട രീതിയിൽ തിരിച്ചറിയാതെ അള്ളാഹിൻ്റെ ശക്തി കാണാൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ദുബായിൽ പോയിട്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 2 രാത്രി യാത്രയാണ്, രാത്രി 2 ഫ്ലൈറ്റും. പടച്ചവനെ, ഫ്ലൈറ്റ് അങ്ങ് പൊങ്ങിയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, എന്താണ് ഇതിനെ ചെറിയ ചെറിയ മിന്നാമിനുങ്ങിനെ പോലെ ഇങ്ങനെ കാണാം. നാടിങ്ങനെ കാണാം. കേരളത്തിൽ നിന്ന് ഫ്ലൈറ്റ് അവിടെ പൊങ്ങിയ ഉടനെ നമ്മളെ കാണുന്ന കാഴ്ചല്ലേ. പിന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴും അവിടെ, ഇപ്പോൾ UAE അവിടെയൊക്കെ ഇങ്ങോട്ട് ഫ്ലൈറ്റ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ എന്തുമാത്രം വീടുകൾ, എത്ര മനുഷ്യന്മാർ ജീവിക്കുന്ന സ്ഥലമാണ് ഈ ലോകം. പടച്ചവനെ, ഓരോ തുരുത്തുകളായി കടൽ കടന്നിട്ട് ഇങ്ങനെ കരങ്ങനെ കാണുമ്പോൾ ലൈറ്റ് ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന എത്ര ആളുകൾ, എവിടൊക്കെ എന്തൊക്കെ വീടുകൾ, എന്തൊക്കെ ആളുകൾ ജീവിക്കുന്നത്, എന്തൊക്കെ സംഭവങ്ങൾ നടക്കണം. മാഷാ അല്ലാ, അള്ളാഹ് എല്ലാം കാണുന്നുണ്ട്. അള്ളാഹിൻ്റെ ശക്തി എത്രയാണ്. നമ്മളൊക്കെ വെറും ബാക്ടീരിയ എന്ന് പറഞ്ഞ പോലെ. നമുക്ക് ആര് അള്ളാഹിൻ്റെ മുമ്പിൽ? അള്ളാഹിൻ്റെ കണ്ണിൽ നമ്മൾക്ക് എത്തിപ്പെടണമെങ്കിൽ അങ്ങനെയൊക്കെ ജീവിക്കണ്ടേ? ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ ഫിർഔന്റെ ചരിത്രമൊക്കെ പറയുമ്പോൾ അതിലൊക്കെ പാടുണ്ട്. അഹങ്കാരത്തിൻ്റെ അളവ് മനസ്സിലുണ്ടോ സ്വർഗത്തിൽ കിടക്കൂല എന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഈ അഹങ്കാരവും ജാടി പൊങ്ങച്ചേറ്റൊന്നും നടക്കരുത്. നമ്മൾ അള്ളാഹിൻ്റെ ഭൂമിയിലെ ഏറ്റവും ഹനീഫനായിട്ടുള്ള, ഏറ്റവും താഴ്മയോടെ ജീവിക്കേണ്ട ഒരു വ്യക്തി, വളരെ കുറച്ചു കാലം. അതൊക്കെ നമ്മൾ ആ പാഠങ്ങളൊക്കെ, ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ, ഇതിലൊക്കെ സംഗതി ഉണ്ട്. ആർക്ക്? യഖ്ശ ആയിട്ടുള്ള ആൾ, ഖുശൂ ഉള്ള ആളുകൾക്ക്. ഈ കാഫിറുകളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരൊന്നും മടങ്ങി വരാൻ പോണില്ല.
അൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹാ. ആകാശം നിങ്ങളെ സൃഷ്ടിക്കുന്നതാണോ, അല്ലെങ്കിൽ ആകാശം ഉണ്ടാക്കുന്നതാണോ പ്രയാസം? നിങ്ങളെ സൃഷ്ടിക്കാറിനാലേ ഇവരുടെ ഒരു വാദം എന്ന് പറഞ്ഞാൽ പുനർജന്മ സിദ്ധാന്തം, പുനർജന്മം എന്ന് പറഞ്ഞത് ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്, ചില ആളുകളെങ്കിലും. വളരെ കുറച്ചേ ഉള്ളൂ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച്. പക്ഷെ അവർ പറയുന്ന ഒരു കാര്യം ഇതൊന്നും ഇനി ഉണ്ടാവില്ല എന്ന്. മനുഷ്യന് മണ്ണോട് ചേർന്ന് നമ്മളിപ്പോൾ ഖബർ കുഴിച്ച് നോക്കി, 2 കൊല്ലം കഴിഞ്ഞ് ഖബർ കുഴിച്ച് നോക്കി, എന്താ ഇപ്പോൾ കിട്ടുക? ചിലപ്പോൾ എല്ലാം എന്തെങ്കിലും കിട്ടിയാൽ ബാക്കിയായ അത്ര ഉണ്ട്, അതും കുറച്ച് കഴിഞ്ഞാൽ മണ്ണോട് ചേരും. അപ്പോൾ വെറും മണ്ണായി എന്ന് വിചാരിക്കാം. ഒരു 10-20 കൊല്ലം കഴിഞ്ഞ് ഒരു ഖബറെടുത്ത് അവിടെ വെറും മണ്ണ് മാത്രമേ ഉള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ മണ്ണല്ലേ ഇത്, ഈ മണ്ണ് ഇനി മനുഷ്യനാവോ എന്നാണ് അവർ ചോദിക്കണത്. അവരോടാ പറഞ്ഞത്, നിങ്ങളെ സൃഷ്ടിക്കണായിട്ടും വലുതല്ലേ ഈ ആകാശം, ആകാശത്ത് ലക്ഷക്കണക്കിന് 1,00,000 നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് അത്ര ഒരു ഗാലക്സി. അങ്ങനെയുള്ള ഗാലക്സികൾ ആകാശ ലോകത്തുണ്ടാകുമ്പോൾ നക്ഷത്രങ്ങളിൽ ഏറ്റവും ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. ആ സൂര്യൻ്റെ വെളിച്ചം ഇത്രമേലുണ്ടെങ്കിൽ ഇത്ര നക്ഷത്രങ്ങളും മഹാപ്രപഞ്ചവും സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ ശക്തി എത്രയാണ്? അള്ളാഹിന് ഇതൊക്കെ നടക്കാതിരിക്കുമോ എന്നാണ് ഈ ചോദ്യം. ഇതൊക്കെ ഉത്ബോധനം, ഇതൊക്കെ പരലോകമുണ്ടോ അള്ളുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് അവരോടുള്ള മറുപടിയാണത്. പക്ഷെ നമ്മെ പോലുള്ളവർ, ഖുർആൻ്റെ വഴിയിൽ അഹലുകാരായി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്വിതമാകാൻ ഇത് തന്നെ മതി. റഫഅ സംകഹാ ഫസവ്വാഹാ, അതിൻ്റെ ആകാശത്തെ അതിനെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തിയിട്ട് അതിനെ ഉയർത്തി, അതിൻ്റെ മണ്ഡലങ്ങൾ, ഒരുപാട് മണ്ഡലങ്ങൾ, ശൂന്യാകാശം, ബഹിരാകാശം, ക്ഷീരപഥങ്ങൾ, ധാരാപഥങ്ങൾ, എന്ത് മനോഹരമായ സംവിധാനങ്ങൾ ഇതൊക്കെ അള്ളാഹ് ഉണ്ടാക്കിയില്ലേ. പകലിനെ രാത്രിയിൽ നിന്ന്, രാത്രിയെ പകലിൽ നിന്ന് ഊരിയെടുക്കുന്ന പോലെ ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന മനോഹരമായ സംവിധാനങ്ങൾ. സൂര്യൻ ചുറ്റിക്കൊണ്ടിരിക്കുന്നു, സൺ സൂര്യനെ ചുറ്റിക്കൊണ്ട് ഭൂമിയും കറങ്ങുന്നു, സ്വയം കറങ്ങുന്നു, അതിനെയും ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്വയം തിരിയുകയും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഭൂമി, സൂര്യൻ, ഇതൊക്കെ വലിയ പാഠമാണ്, നമുക്ക് വലിയ പാഠമാണ്. വലിയ മഹത്വമുള്ള, വലിയ ചിന്തിച്ച് അതിന് അസ്ട്രോണമി, ആ ഗോളശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ, അതിനെ പറ്റി ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെ കാണുന്നു ഈ പ്ലാനറ്റ്, ഈ മഹാപ്രപഞ്ചം, ഇതിൻ്റെ സംവിധാനങ്ങൾ, എങ്ങനെ രാത്രി ഉണ്ടാവണം പകലുണ്ടാവണമെന്ന് പഠിക്കണം. നമ്മളിപ്പോൾ രാത്രിയാണ് നിങ്ങൾ ഈ ഖുർആൻ ക്ലാസ് കേൾക്കുന്നെങ്കിൽ, നിങ്ങൾ രാത്രി ഖുർആൻ ക്ലാസ് കേൾക്കുമ്പോൾ വേറൊരു നാട്ടിൽ നിന്ന് ഒരാൾ ഇതേ സമയം യൂട്യൂബിൽ അമേരിക്ക എന്ന് കേൾക്കുകയാണെങ്കിൽ ഒരാടെ പകലാണ് കേൾക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെയൊക്കെ സംവിധാനം. ആ നാട്ടുകാർ ഉറക്കമുണ്ട്, അവനും സംവിധാനം, എന്നാൽ കുറേ പകലുള്ള, എത്രയോ സമയം പകലുള്ള സ്ഥലം, പക്ഷേ ഇതിൻ്റെയൊക്കെ സംവിധാനങ്ങൾ അള്ളാഹു മനോഹരമായിട്ട് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. വൽഅർള ബഅദ ദാലിക ദഹാഹാ ദഹാഹാ വൽഅർള ബഅദ ദാലിക ദഹാഹാ. എന്നിട്ട് ഭൂമിയെ ദഹാഹയായി, ദഹാഹ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ, പരന്ന രീതിയിൽ. നമ്മൾ ആലോചിക്കും, ഇതിൻ്റെ പ്രതലം നോക്കൂ, എല്ലാവർക്കും തട്ടുകളായി സംവിധാനിച്ചു വച്ചിരിക്കുകയാണ് ഭൂമിയെ. അപ്പോൾ ആകാശലോകത്ത് അങ്ങനെ വലിയ വലിയ നക്ഷത്രങ്ങൾ ഇതൊക്കെ സൃഷ്ടിക്കുകയും ഭൂമിയിൽ ഈ ഒരു സംവിധാനങ്ങൾ നമുക്ക് ജീവിക്കാൻ വാസയോഗ്യമാക്കിയ രീതിയിൽ പരത്തിത്തന്നു. അഖ്റജ മിൻഹാ മാഅഹാ വമർഅഹാ, വെറുതെ പരത്തിയ മാത്രമല്ല, ആ വിസ്തൃതിയോടെ സൃഷ്ടിച്ചെന്ന് മാത്രമല്ല, ഇതിൻ്റെ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് അഖ്റജ മിൻഹാ മാഅഹാ വമർഅഹാ, അതിന്ന് ചെടികൾ മുളക്കണമെങ്കിൽ വെറുതെ ഭൂമി ഉണ്ടാക്കി വെള്ളമില്ലായാലും മനുഷ്യനും കുടുങ്ങും, എല്ലാവരും കുടുങ്ങും. അതുകൊണ്ട് ഇവിടുത്തെ കാലികൾക്കും എല്ലാവർക്കും വിഭവങ്ങൾ ഉണ്ടാവാനുള്ള മഴ വർഷിപ്പിച്ചു തന്നത്. മിൻഹ മാ, വെള്ളം, മാഅഹാ വമർഅഹാ, സസ്യവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടി സസ്യം ഉണ്ടാക്കി തരികയും ചെയ്തു. വെറുതെ മഴ ഉണ്ടാക്കിയല്ല, ആ സസ്യങ്ങൾ നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കി തന്ന്, പച്ച മണ്ണുന്നേ മഴ വന്നിട്ടേ ഫുഡ് ഉണ്ടാക്കി തന്നു. വൽ ജിബാല അർസാഹ, അപ്പം ഭൂമിനെ ഉറപ്പിച്ച് നിർത്താൻ ശരിക്ക് നമ്മളിപ്പോൾ പറയില്ലേ, നമ്മൾ പരിസ്ഥിതിവാദികളൊക്കെ പറയില്ലേ, ക്വാറികൾ, കരിങ്കൽ ക്വാറികൾ, ഭൂമിയെ പരിസ്ഥിതി സംരക്ഷണ വിഭാഗം അല്ലേ, അവിടുന്ന് പാറ പൊട്ടിക്കരുത് എന്തേ പറയുന്നു. ഭൂമിയെ അതിൻ്റെ നിലനിൽപ്പ്, അപ്പം വലിയ വലിയ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ പിന്നിൽ ഈ പാറകളൊക്കെ അമിതമായി ചൂഷണം ചെയ്താണ്. മിതമായിട്ടാവാം, അമിതമായിട്ടത് ചൂഷണം ചെയ്യുമ്പോൾ ഭൂമിയിൽ ആണികളായിട്ട്, ഭൂമിയെ
ആണികളായിട്ട് അത് ഉലഞ്ഞു പോവാതിരിക്കാൻ നമ്മളിപ്പോൾ ഒരു ടേബിളിൽ ആണി അടിക്കുന്നത് എന്തിനാ? അതിങ്ങനെ മൂവ് ചെയ്യാതിരിക്കാൻ അത് ഉറപ്പിച്ചു നിർത്തുകയാണ്. അപ്പോൾ അതുപോലെ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തിയതാണ് ഈ പർവ്വതങ്ങൾ. മതഅല്ലക്കും വലിയൻആമിക്കും, നിങ്ങൾക്ക് ഭക്ഷണം ആവാൻ നിങ്ങളുടെ കാലികൾ, ഇവിടെയുള്ള പശുക്കൾ, ജീവജാലങ്ങൾ ഇതിനൊക്കെ ഭക്ഷിക്കാനുള്ള യോഗ്യമാക്കി ഭൂമിയെ പരത്തി പർവ്വതങ്ങളാണികളായി ഉറപ്പിച്ചു നിർത്തി മഴ വർഷിപ്പിച്ച് സംവിധാനങ്ങളൊക്കെ അള്ളാഹ് ഉണ്ടാക്കിയില്ലേ? فإذا جاءت الطامة الكبرى, എന്നിട്ടോ അതിഘോരമായ ആ ത്വാമത്തിൽ കുബറ, നേരത്തെ സ്വാഹ എന്ന് പറഞ്ഞ് ഓർക്കണുണ്ടാവും, വലിയൊരു ശബ്ദത്തോടെ. ജാഅത്തി സ്വാഹ, ഒരു ശബ്ദം, വലിയൊരു ശബ്ദം. ആ പ്രകമ്പനത്തെ ഫഇദാ ജാഅത്തി ത്വാമത്തുൽ കുബറ, ആ ഒരു ഘോരമായ വിപത്ത് പിടികൂടിയാൽ എന്താണ്? ഏത് വിപത്ത്? അവസാന ദിവസം, അന്ത്യനാളിനെ പറ്റിയ. യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, ഞാൻ എന്താണ് നേടിയത്, ഞാൻ എന്ത് സമ്പാദിച്ചു, ഞാൻ എന്താണ് കൊണ്ടുവന്നത് എന്ന് ഓരോരുത്തരും അതിനെപ്പറ്റി മാത്രം ഓർക്കണ ദിവസം. ഞാൻ എന്ത് നേടി? മക്കളുണ്ടായി, ഭാര്യ, മക്കൾ, കുടുംബം, വീട്, കാറ്, സമ്പത്ത്, ഇതിലൊക്കെ അപ്പുറം ഞാൻ ഇങ്ങോട്ടെന്ത് കൊണ്ടുവന്ന്? നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചതുപോലും അല്ല വിഷയം, നമ്മൾ സുന്ദരമായിട്ട് ഉറങ്ങിയോ എന്നുള്ളതല്ല വിഷയം. നമ്മൾ എന്ത് നേടി, എന്ത് ഏൺ ചെയ്തു, എന്ത് സമ്പാദിച്ചു. ഗൾഫിലുള്ള ആളുകൾ ചിലർ പറയില്ലേ, 40 കൊല്ലമായി ഞാൻ ഗൾഫിൽ, ഇതാ ഒന്നും ഉണ്ടാക്കിയില്ല, ഒരു വീട് പോലും ആയില്ല, പെങ്ങളമാരെ കെട്ടിച്ച് എല്ലാവരും ബാധ്യതകളൊക്കെ തീർത്ത് ഞാനൊന്നും നേടിയില്ല, നഷ്ടം നഷ്ടം. ചിലരങ്ങനെ പറയലുണ്ട്. ചിലരങ്ങനെ, പണ്ടത്തെ പ്രവാസികൾ, ഇപ്പോൾ ഉള്ള പ്രവാസികളൊക്കെ കുറവ്, ഇപ്പോൾ നല്ല പ്ലാനിങ്ങിലാണ് എല്ലാം പോണത് ഒരുവിധം. എന്നാലാവട്ടെ പലരും പ്രയാസത്തിലുമാണ്, അത് വേറെ വിഷയമാണ്. നമ്മുടെ വിഷയം പറയാം. അപ്പോൾ അങ്ങനെ ഒരു പ്രവാസിയായ ഒരു മനുഷ്യൻ 10-40 കൊല്ലം ഗൾഫിൽ അധ്വാനിച്ച് നാട്ടിലെത്തി ഒരു വീട് പോലും ഉണ്ടാക്കില്ല, ഞാനൊന്നും നേടിയില്ല എന്ന് പറയുന്ന പോലെ ദുനിയാവ് വിട്ട് പരലോകത്തെ വലിയ ദിവസം വലിയ ശബ്ദത്തോടു കൂടി എല്ലാം അവസാനിച്ച് വീണ്ടും ഒരു രണ്ടാമത്തെ ശബ്ദത്തിൽ എല്ലാവരും പുറത്തേക്ക് വന്നിട്ട് ഓരോരുത്തരും യൗമയതദക്കറുൽ ഇൻസാനു മാ സഅ, ഞാൻ എന്ത് കൊണ്ടുവന്നു എന്ന് ആലോചിക്കുന്ന സമയം. വബുരിസതിൽ ജഹീമു ലിമൻ യറാ, അപ്പോൾ ലോകത്തെല്ലാ മനുഷ്യന്മാർക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കും കേട്ടോ. എന്ത്? ജഹീമേ, കത്തിക്കാളുന്ന നരകം ഒന്ന് എല്ലാവരും ഒന്ന് കാണും. അതിൻ്റെ ഒരു സൈറ്റ് അവിടെ ഉണ്ട്, അത് വിഷ്വലായിട്ടൊന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാണുന്നവർക്കൊക്കെ കാണാം. അതാ ലിമൻ യറ, എല്ലാവരും ഒന്ന് കാണിക്കും. ഫഅമ്മാ മൻ തഗാ, അക്രമം കാണിച്ച ആൾക്കാരില്ലേ, അക്രമികൾ. ആര് അക്രമം കാണിച്ചുവോ? വആതറൽ ഹയാത്തദ് ദുനിയാ, ഇവിടെയാ പ്രധാനം. ഈ ഖുർആൻ്റെ മെയിൻ കണ്ടന്റ് ഇവിടെ കിടക്കുന്നത്. ഖുർആൻ്റെ മെയിൻ ആസറൽ ഹയാത്ത ദുനിയ. നിങ്ങൾ ഹയാത്ത ദുനിയാവിനാണോ നിങ്ങളുടെ ആസർ, നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങൾ മുഖ്യമായിട്ട് പരിഗണന കൊടുക്കുന്നത് ദുനിയാവിനാണോ? പോയി കാര്യം. ഇത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമുക്ക് 2 പ്രയോറിറ്റി ചെയ്താൽ മതി. നമ്മൾ എന്ത് കാര്യം, കല്യാണം, കുടുംബം, കച്ചവടം, യാത്രകൾ, വീടുണ്ടാക്കൽ, ജോലിക്ക് പോവൽ, മക്കൾ, പിന്നെ അതുപോലെ എന്ത് ടോപ്പിക്കാവട്ടെ, നമ്മുടെ പ്രയോറിറ്റി എന്തിനാ? അവിടെയാണ് വിഷയം. ഈ ദുനിയാവിനോട് കെട്ടിപ്പിടിച്ച് ജീവിക്കാൻ നമ്മൾ തുടങ്ങിയോ പരലോകമൊക്കെ അകന്നകന്നു പോവും. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. നമ്മളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിലും പടച്ചവനെ ഹസനത്ത് തരണേ, നല്ലത് തരണേ, പരലോകത്തും നല്ലത് തരണേ. പക്ഷേ ദുനിയാവിൽ നമുക്ക് നല്ലത് കിട്ടണതേ, നല്ലത് പറഞ്ഞാൽ നമുക്കിപ്പോൾ നല്ല സമ്പത്ത് കിട്ടിയെന്ന് വിചാരിക്കാം, നല്ല അതിസമ്പന്നനായി, നമ്മുടെ കയ്യിൽ ഒരുപാട്, നമ്മുടെ 3 തലമുറക്കുള്ള നമുക്കുണ്ടെന്ന് വിചാരിച്ചോളൂ. ഉള്ളവരും ഉണ്ടാവും, കേൾക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ളവരോട് പറയുന്നൊരു കാര്യം, നമ്മുടെ പ്രയോറിറ്റി എന്താണ്? സമ്പത്ത് ഉണ്ടായതിൻ്റെ പേരിൽ നരകത്ത് പോകുന്നൊന്നുമില്ല. ചിലരൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടോ. സമ്പത്തുണ്ടായാൽ മിക്കവാറും നരകത്ത് പോകും. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, സമ്പത്തുള്ളവർക്ക് ഭയങ്കര ധിക്കാരായിരിക്കും. കുറച്ചൊന്ന് കയ്യിൽ പൈസ വരുമ്പോൾ ഭയങ്കര, പിന്നെ നമുക്ക് അള്ളയൊന്നും വേണ്ട. വേണ്ടെന്ന് പറഞ്ഞാൽ നിസ്കാരമില്ല, അതല്ല വേണ്ടതിൻ്റെ മാന. അവർക്കൊക്കെ നിസ്കാരം ഉണ്ടാവും, പക്ഷേ ജീവിതത്തിൽ പിന്നെ മനുഷ്യന്മാരുമായിട്ടുള്ള മുആമലാത്തിൽ കുറേ വിഷയങ്ങൾ പിന്നെ ഉണ്ടാവും.
പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽവാസികൾ, കുടുംബക്കാർ, സുഹൃത്തുക്കളൊക്കെ കുറേ ഫക്കീറായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ നാളെ പഠിച്ചവൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അതിനൊക്കെ മറുപടി പറയേണ്ട ഈ സമ്പത്തുള്ള ആളാണ്. ഇയാൾ കൊടുക്കണം, ഇയാൾക്ക് കിട്ടി കൊടുക്കണം. കൊടുത്തതിൻ്റെ പോലും ഇയാൾക്ക് കുറഞ്ഞ പോലെ അള്ള തന്ന ഓഫറാണ്. പിന്നെ എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുക? നമ്മൾ ധൈര്യമായിട്ട് കൊടുത്തോളൂ, നമുക്ക് കുറയില്ല, അള്ള കൂട്ടിത്തരും. നമ്മൾ എത്ര ദാനം ചെയ്യുന്നോ, എത്ര നമ്മൾ അഫോ ചെയ്ത് കൊടുക്കുന്നോ, നമുക്ക് അള്ള കൂട്ടിത്തരുകയേ ചെയ്യുള്ളൂ. അങ്ങനെയാണ് അള്ളാൻ്റെ സംവിധാനം, അങ്ങനെയാണ്. അപ്പോൾ ദുനിയാവിന് പ്രാധാന്യം കൊടുത്തിട്ട് ദീന് വിട്ടിട്ട് ജീവിച്ച ആളുകളുണ്ടല്ലോ, അത് എല്ലാ വിഷയം കേട്ടോ, ഓരോ കുഞ്ഞു കുഞ്ഞു വിഷയം എടുത്ത് നമ്മൾ എടുക്കുകയാണെങ്കിലും ഇപ്പോൾ ചെറിയൊരു വിഷയം പറയാം, വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിഷയം. ഇപ്പോൾ നമ്മളൊരു പറമ്പ് ഊരി വെക്കുകയാണ്, പറമ്പ് ഊരി വെക്കുകയാണ് ഈക്വലായിട്ട്, ഇങ്ങനെ നല്ല രീതിയിൽ കൂടിയാലോചനകൾ നടന്ന് ഊരി വെക്കുന്ന സമയം പിന്നെ നമുക്ക് വേണമെങ്കിൽ ആ ഊരി വെക്കുന്ന അളവ് ചെയ്യുന്ന ആൾ നമ്മുടെ ഒരാളാണ്. അയാൾക്കൊരു 1000-2000 കൊടുത്ത് നമുക്ക് നല്ല വശത്താക്കി ചെറിയൊരു സ്വാധീനം നടത്തി നമുക്ക് വേണമെങ്കിൽ കുറ്റിയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ നമ്മുടെ പറമ്പ് കുറച്ചധികം കിട്ടും. ഓക്കെ, അത് ദുനിയാവിനുള്ള പ്രയോറിറ്റിയാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നിട്ടും നമ്മളെന്ത് ചെയ്യാണ്? ആഖിറത്തിന്, പരലോക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തു. അയാളോട് പറഞ്ഞു, അല്ല അത് കൃത്യമായിട്ട് സ്ഥലത്ത് തന്നെ കുറ്റിയടിച്ചാൽ മതി. അപ്പോഴും അയാൾ നമ്മളടുത്ത് വന്ന് ചോദിക്കാം, വേണേ ഞാൻ കുറച്ചും കൂടെ ആക്കി തരാം, ചെറുങ്ങനങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ഒരിച്ച് കഴിഞ്ഞിട്ടേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഞാൻ വേണേ ഇങ്ങോട്ട് ആക്കിയാൽ ഇങ്ങ് കുറച്ച് കൂടും പറമ്പ്. വേണ്ട, നമ്മൾ പറയാം വേണ്ട. മറ്റവൻ പറയും എന്താ? ആ ദുനിയാവിന് പ്രാധാന്യമുള്ളവൻ പറയും വേണം, കുറച്ചുകൂടി വേണം, ഇങ്ങോട്ട് എടുത്തോ, പൈസ കുറച്ച് കൂട്ടിത്തരാം എന്ന് പറയുന്നിടത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതായത് ജീവിതത്തിലെ വിഷയം അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടുത്തുകയും സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റി അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നവൻ മുത്തഖിയാണെങ്കിൽ, അതിൻ്റെ ഓപ്പോസിറ്റ് അവിടെ പറഞ്ഞു, വാസറൽ ഹയാത്ത ദുനിയാ, ദുനിയാവിലെ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തവൻ, ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ, അവൻ്റെ മഅ്വാ, അവൻ്റെ പാർപ്പിടം, അവൻ്റെ സങ്കേതം ജഹീമാണ്, ആ കൊണ്ടുവന്ന നരകമാണ്. അത് കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും, ആ കാണുന്ന കത്തിജ്വലിക്കുന്ന നരകമാണ്. وأما من خاف مقام ربه ونهى النفس عن الهوى, അള്ളാഹുവിൻ്റെ മഖാം, അള്ളാഹുവിൻ്റെ ഉന്നത സ്ഥാനം, ആ മഖാമിൻ്റെ ആ പവിത്രമായ സ്ഥാനത്തെ, ആ സന്നിധാനത്തെ, സന്നിധാനം എന്ന് പറയില്ലേ, സന്നിധാനം. ഇപ്പം ക്ഷേത്രത്തിലൊക്കെ സന്നിധാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഔന്നിത്യമുള്ള സ്ഥലമാണ്, ഏറ്റവും ടോപ്പ് പീക്ക് പോയിന്റ്. ആ മഖാമിനെ ഭയപ്പെട്ടവൻ, ആര് ആ മഖാമിനെ ഭയപ്പെട്ടോ, അള്ളാഹിൻ്റെ ആ സ്ഥാനം ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചവനെ പേടിക്കുക എന്നല്ല. ഈ പേടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചവനെ പേടിക്കാറിഞ്ഞ? ഇപ്പം 4 മക്കളൊരു വീട്ടിലുണ്ട്. ബാപ്പ പോയി. ബാപ്പ എങ്ങോട്ടാണ് പോയത്? ഒരാഴ്ചക്ക് ബാംഗ്ലൂർക്ക് പോയി. ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ. ബാപ്പ പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇശാ മഗ്‌രിബിൻ്റെ ഇടയ്ക്ക് TV ഇടാൻ പാടില്ല. മക്കളോട് വാൺ ചെയ്താണ്, ഇടരുത്. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നിങ്ങൾ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഇശാ വരെ ഖുർആൻ ഓതണം എല്ലാ ദിവസവും. ഇതെങ്ങാനും തെറ്റിച്ചാൽ ഞാൻ തിരിച്ചു വന്ന എല്ലാത്തിനും എന്നോട് അടി കിട്ടും. ഉമ്മാനോടും പറഞ്ഞു, വൈഫിനോടും പറഞ്ഞു, നല്ലതിലേക്ക് വാൺ ചെയ്ത് പോയതാണ്. അങ്ങനെ ഓരോ കുട്ടിയും എല്ലാ സാധ്യത്തിനും 1-2 ദിവസമൊക്കെ നല്ലോണം ഓതി. 3-ാമത്തെ ദിവസമായപ്പോൾ മൂത്ത കുട്ടി അവൻ പറഞ്ഞു, ഞാൻ കുറച്ച് TV വേണം. ഓനക്ക് പ്രശ്നമില്ല, ഓൻ ആ മഖാമിന് എന്ത് ചെയ്തില്ല, ആ സ്ഥാനത്തെ, ഗൃഹനാഥൻ, വീടിന് ചെലവ് കൊണ്ട് തരുന്ന, അന്നം തരുന്ന സ്വന്തം ബാപ്പനെ ധിക്കരിച്ചവനാണവൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലേ? മറ്റേ 3 കുട്ടികൾ അത് ചെയ്തു. അവൻ ആ സ്ഥാനത്തെ ഭയപ്പെടും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ബാപ്പ ഇവനെ കൊടുക്കണം, ഇവനെ ശിക്ഷിക്കണം അല്ലേ? ന്യായമായിട്ട് നമ്മളങ്ങനെയല്ലേ വിചാരിക്കുക? ആ മഖാമിന് ഇനി അത് വേണ്ട, ഒരു ഓഫീസ് എടുക്കുക, MD, മാനേജിങ് ഡയറക്ടർ. MD ഒരു കാര്യം ഏൽപ്പിച്ച് എല്ലാവരും ജോലിയൊക്കെ അസൈൻ ചെയ്ത് ഡ്യൂട്ടി ചെയ്ത് അവിടെ CCTVയിൽ നോക്കുന്നുണ്ട്. ആ നോക്കുന്നത് പോലും പരിഗണിക്കാതെ ഇവരിങ്ങനെ സൊറയും പറഞ്ഞ് ജോലിയൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കാനാണ് 2 ആൾക്കാർ. അപ്പോൾ അവർ ആ മഖാമിനെ, ഏത് മഖാമിനെ, ആ ഒരു വലിയ സ്ഥാനത്തെ അവർ റെസ്പെക്റ്റ് ചെയ്യണ്ടേ? അത് റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. റെസ്പെക്റ്റ് ചെയ്യുക മീൻസ് അതിനെ ഭയപ്പെടുക, അതോടൊപ്പം അവരെ ഒബേ ചെയ്യുക. അള്ളാഹുവിൻ്റെ ആ റബ്ബിൻ്റെ ആ സ്ഥാനത്തെ പരിഗണിച്ചവർ, വനഹൻ നഫ്സ അനിൽ ഹവാ, ഹവയിൽ നിന്ന്, ഹവയുടെ തോന്നൽ, താൻ തോന്നി എന്ന് പറയില്ല നമ്മൾ, അനിൽ ഹവ, നഫ്സിൻ്റെ ഹവ. നമുക്ക് നഫ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡം,
നമ്മുടെ ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മൾ ഈ ജഡം അഥവാ ശരീരം, അതിൻ്റെ തോന്നലുകൾ, ശരീരത്തിന് ഒരുപാട് തോന്നലുണ്ട്. ഇപ്പോൾ ഈ ഖുറാൻ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒന്ന് കിടക്കണം, അത് ശരീരത്തിൻ്റെ തോന്നലാണ്. ഇപ്പോൾ നിസ്കരിക്കാൻ എണീറ്റാൽ സുബൈക്ക് ശരീരം എപ്പോഴും ശരീരത്തിന് എന്താ, സുബൈക്ക് പ്രത്യേകിച്ച് ശരീരം പറയാം കിടക്കുക, ക്ഷീണമാണ്, ഇന്ന് പറ്റൂല. ഇതെപ്പോഴും അങ്ങനെ നിസ്കരിക്കാൻ നമ്മൾ എപ്പോഴും എണീറ്റ് നമ്മുടെ മനസ്സിൽ ജഡിക താല്പര്യം അതാണ്. പക്ഷേ അവിടെ ആത്മാവ് ജയിക്കണം. നീ ഇപ്പോൾ കിടന്നാൽ പറ്റുമോ? നിൻ്റെ മൂക്ക് ശ്വസിക്കുന്നത് അള്ളാഹിൻ്റെ റഹ്മത്തിലല്ലേ, നീ ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹിൻ്റെ റഹ്മത്തിലല്ലേ, അള്ളാഹിൻ്റെ ഭൂമിയിൽ അള്ളാഹിൻ്റെ സൂര്യപ്രകാശം, അള്ളാഹിൻ്റെ വായു, അള്ളാഹിൻ്റെ വെളിച്ചം, അള്ളാഹ് തന്ന ഭക്ഷണം, അള്ളാഹ് തന്ന സൗകര്യങ്ങൾ, അള്ളാഹ് തന്ന സമാധാനമുള്ള ജീവിതം, ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ട് എനിക്ക് അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ മടിയാണടോ. സ്വന്തം ശരീരത്തോട് ആത്മാവ് ചോദിക്കുകയാണ്. അപ്പോൾ ആത്മാവും ശരീരവുമായിട്ടുള്ളൊരു സംഘടന നടക്കുന്നുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ. ആത്മാവും ശരീരവും. അപ്പോൾ ആത്മാവ് വേറെ, ശരീരം വേറെ. ആത്മാവ് പോയാൽ പിന്നെ അത് വെറും ജഡം, പച്ച ജഡമായി മണ്ണോട് ചേർക്കുക എന്നല്ലാതെ ഇതിനൊന്നിനും പറ്റൂല. പക്ഷെ ആത്മാവ് ഈ ജഡത്തിൻ്റെ തോന്നലുകൾ അതിജയിച്ചവൻ മുഅ്മിനായി, അവൻ മുത്തഖിയായി, അവൻ സ്വർഗം നേടി. നമുക്ക് ഈ ഒരു വലിയൊരു ടാസ്ക് തന്നെ നമുക്കുള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഖുർആൻ്റെ അന്തസത്ത ഇതാണ്. നമ്മുടെ ശരീര താല്പര്യങ്ങളെക്കാൾ, ശരീരത്തിന് ഇപ്പോൾ പല വികാരങ്ങളും ഉണ്ടാവും, പല ചിന്തകളും ഉണ്ടാവും. തിന്നാനും കുടിക്കാനും രുചിക്കാനും നടക്കാനും നോക്കാനും പറയാനും ദേഷ്യപ്പെടാനും ജഡിക വിചാരങ്ങൾ, 4 ചതുർവികാരങ്ങൾ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിനുണ്ട്. ആ വികാരങ്ങളെയൊക്കെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഓർത്തുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ, അതിൻ്റെ നിയന്ത്രണത്തിന് നമുക്ക് സാധിച്ചോ? ഐ ആം എ ഗുഡ് മുസ്ലിം. നമ്മൾ രക്ഷപ്പെട്ട്. അത് കഴിഞ്ഞില്ല, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അല്ലേ? കള്ളുപിടിക്കണമെന്ന് പറയില്ലേ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അൺകൺട്രോൾഡായി പോയി. അതിൻ്റെയൊക്കെ നിയന്ത്രണം, അതല്ലേ നമ്മുടെ നിസ്കാരം ഫലവത്താവാതെ പോകുന്നത്. നിസ്കാരം എന്താ, ഈ ശരീരത്തിൻ്റെ മുഴുവൻ നിയന്ത്രണങ്ങളും നമ്മിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ദേഷ്യം, നമ്മുടെ കാമവികാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ കോപം, നമ്മുടെ അസൂയ, നമ്മുടെ ഗർവ്, നമ്മുടെ എല്ലാ വിധത്തിലുള്ള ദുശ്ശീലങ്ങളും മാറി വരാൻ നിസ്കാരം ആവുന്നില്ലെങ്കിൽ നിസ്കാരം കൊണ്ട് ഒരു വെറുതെ കുത്തിമറിയാണ്, വെറുതെ സുജൂദ് ചെയ്യാണ്, ഒരു കാര്യമില്ല. അതിലേക്ക് നമ്മുടെ നിസ്കാരത്തെ നമുക്ക് മാറ്റാൻ കഴിയണം. ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, സ്വർഗത്തിനെ അവർക്ക് കൊടുക്കുക. ആർക്കറിയാം? ഈ ജന്നത്ത് കൊടുക്കുക. ഹിയൽ മഅ്വാ, ഈ ജന്നത്ത് സങ്കേതമായിട്ട് മാറുക. ഇത് മേലോട്ടെടുത്താലേ നമുക്ക് പറയാം. ആരാണോ അക്രമിയായത്, ആരാണോ അക്രമം മൂലം തൻ്റെ അക്രമിയാവുക ആരാന്നറിയോ? ഇതിപ്പം ഫിറോവിൻ്റെ വിഷയം പറഞ്ഞു. ഫറോവ അക്രമിയായിരുന്നു. ആ ഫറോവ അക്രമിയായ കാരണം എന്താ? കുറച്ച് പൈസ ഉണ്ടായി, അധികാരമുണ്ട്. അധികാരവും പൈസയും വരുമ്പോഴാണല്ലോ മനുഷ്യന്. അതുകൊണ്ടാണല്ലോ പാവപ്പെട്ട ആളുകളൊക്കെ നല്ല ദീനിയായ രീതിയിൽ വളർന്നു വരാൻ, പാവപ്പെട്ടവർക്ക് നല്ല തഖ്വ ഉണ്ടാവാൻ കാരണം അത് തന്നെയാണ്. അപ്പോൾ ഈ അക്രമത്തിൻ്റെ പിന്നിൽ അവരുടെ മനസ്സിലുള്ള ഗർവാണ്. ആ ഗർവുള്ള ആൾ, അവരുടെ പ്രത്യേകത, അവർ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കും. സമ്പത്തുള്ളവരങ്ങനെ ദുനിയാവിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ദുനിയാവിന് വേണ്ടിയിട്ടായിട്ട് ജീവിക്കും. പിന്നെയുള്ളതൊക്കെ പ്രയോറിറ്റി അങ്ങോട്ട് പോകും. എന്നിട്ട് അവർക്ക് ജഹീമാണ് അങ്ങനെയുള്ളവർ. എന്നാൽ അള്ളാഹിൻ്റെ സ്ഥാനത്തെ അതിനെ ആദരിക്കുകയും റബ്ബിൻ്റെ ആ സ്ഥാനത്തിന് നമ്മൾ പരിഗണന കൊടുത്ത് ജീവിതത്തിൽ നമ്മുടെ തോന്നലുകൾക്കപ്പുറം, ഹവയ്ക്കപ്പുറം, ഹവയെ അതിജയിച്ചവൻ, വനഹൻ നഫ്സ അനിൽ ഹവ, തോന്നലുകൾ അതിജയിച്ചവൻ, മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ താൻ തോന്നിയാവാതെ ജീവിച്ചവൻ, താൻ തോന്നിയാവാതെ അള്ളാഹിനനുസരിച്ച് ജീവിച്ചവൻ. ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവൻ സ്വർഗ്ഗമാണ്, അവനക്ക് സ്വർഗം കിട്ടും, അവൻ്റെ സങ്കേതം സ്വർഗമാണ്. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ, ചില ആൾക്കാർ എന്നിട്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ചോദിക്കണില്ലേ എന്നാണ് ഈ അസ്സാ എന്നാ പറഞ്ഞത്. അസ്സാ എന്ന് പറഞ്ഞാൽ ആ ദിവസം, ദിവസം, ആ ദിവസം എന്നാണോ ഞങ്ങളൊക്കെ വിചാരണ ഉണ്ടാവും എന്ന് പറയുന്നത് ഈ ദിവസം എന്നാ? അങ്ങനൊന്നും ഇല്ലാന്ന്.
പരലോകം ഉണ്ടാവൂല, അങ്ങനെ വിചാരണ ഒന്നുമില്ല, ഇതൊക്കെ വെറുതെ ഇവരിങ്ങനെ പറഞ്ഞെടുക്കണമെന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ. യസ്അലൂനക, അവർ ചോദിക്കണുണ്ടല്ലോ എന്നാണ് ഈ അന്ത്യനാൾ, കുറേ കാലമല്ലോ അത് പറയാൻ തുടങ്ങി, എന്നാ അത് ഉണ്ടാവുക. ഫീമ അൻത മിൻ ദിക്റാഹ, നീ എന്ത് വിചാരിക്കണേ അവരെ ഉത്ബോധിപ്പിക്കാൻ കഴിയുമെന്നാണോ, അതിന് മറുപടി കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇലാ റബ്ബിക മുൻതഹാഹ, അതിൻ്റെ മറുപടി അങ്ങോട്ട് അള്ളാഹിൻ്റെ അടുക്കലേക്ക് മടങ്ങിയാൽ മതി. അതിൻ്റെ അന്ത്യത്തിലേക്ക് വരുമ്പോൾ, അള്ളാഹുവിൻ്റെ അടുക്കലെത്തുമ്പോൾ അതിൻ്റെ അറിവ് അള്ളാഹുവിലേക്ക് കിട്ടും. അള്ളാഹുവിനെ അറിവുള്ളൂ. അള്ളാഹു ആലം. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹ, നീ എന്ത് ചെയ്താൽ മതി? നീ ഉത്ബോധന പ്രവർത്തനങ്ങൾ ചെയ്യുക. ആർക്ക്? യഖ്ശാഹ. അപ്പോൾ ഈ അള്ളാഹ് ഹിദായത്ത് കൊടുക്കുക മുത്തഖികൾക്ക്, അല്ല മുത്തഖികൾക്കാണ് വിശുദ്ധ ഖുർആൻ പ്രയോജനപ്പെടുക. അത് നമുക്കറിയാലോ. ബഖറയിൽ 2-ാമത്തെ ആയത്തിൽ അത് പറഞ്ഞു. മുത്തഖികളെയാണ് അള്ളാഹു സ്വർഗത്തിലാക്കുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടവും മുത്തഖികളാണ്, തഖ്വ ഉള്ളവർ. അത് തഖ്വ എന്ന് പറഞ്ഞാൽ 5% തഖ്വ ഉള്ളവരുണ്ടാവും, 10% ഉണ്ടാവും, 100% തഖ്വ. തഖ്വ ഒരാളുടെ അള്ളാഹ്ക്ക് അറിയുള്ളൂ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത്, അള്ളാഹ്ക്ക് അറിയാം. അവരുടെ ഗ്രേഡ് അള്ളാഹാണ് തീരുമാനിക്കുക. പക്ഷേ ആ തഖ്വ ഉള്ള ഒരാൾക്ക് തഖ്വ ഉണ്ടാവണ അയാൾ ഖുശൂ ഉള്ള ആളായിരിക്കണം. എന്താണ് ഈ ഖുശൂ? പേടിയല്ല. പേടി പട്ടീനെ പേടിക്കുക, രാത്രി പേടിയാവണം, ആ പേടിയല്ല. നായനെ പേടി, ആ പേടിയല്ല. ഈ ഖുശൂ എന്ന് പറഞ്ഞാൽ ഏതുപോലെയെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെ നമ്മൾ കാണുന്നത്, സാധാരണ ഒരാളെ നമ്മൾ കാണുമ്പോൾ, നമ്മൾ ഒരാളെ കണ്ട് അയാളെ കണ്ടപ്പോൾ തന്നെ നമ്മൾ അയാളോട് എന്താ പേര്, നിങ്ങൾ എവിടെ വീട്, സമയം എത്രയായി, ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഫ്രണ്ട്ലി. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ പേര് എന്നാണ്, ഞാൻ ഇവിടുത്തെ സ്ഥലം സബ് ഇൻസ്പെക്ടറാണ്, ഇവിടുത്തെ SI ആണ്, യൂണിഫോമിലല്ല ആളിരിക്കണം. പിന്നെ നമ്മളെന്തായി? പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡില്ലേ, ഒരാളുടെ ശക്തി മഹാത്മ്യം തിരിച്ചറിഞ്ഞ ശേഷം സ്വമേധയെ നമ്മൾ പിന്നെ അയാളോട് റെസ്പെക്റ്റ് ചെയ്യുമല്ലോ. ശരി സാർ, പിന്നെ നമ്മൾ സാർ സാർ ഇവിടെ, സാർ എന്താ ഇവിടെ, പിന്നെ അങ്ങോട്ട് പിന്നെ റെസ്പെക്റ്റ് ചെയ്താണ് നമ്മൾ സംസാരിക്കണം. ആ മഹത്വം നമുക്ക് ഇവിടുത്തെ സബ് ഇൻസ്പെക്ടറാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ നമ്മൾ ഇത്ര ഭയപ്പെടുന്നെങ്കിൽ, ലോകത്ത് മുഴുവൻ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള, അല്ലേ, ലോകത്ത് മുഴുവൻ ഈ വേൾഡിൻ്റെ ഇൻസ്പെക്ടർ, ഈ ലോകത്തിൻ്റെ പ്രപഞ്ച സംവിധാനങ്ങളുടെ മുഴുവൻ സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിൻ്റെ മഹത്വം മനസ്സിലാക്കിയ ഒരുവൻ, ആ മഹത്വം മനസ്സിലാക്കിയവൻ ഏത് ജാതിക്കാരനാവട്ടെ, അവൻ്റെ ഉള്ളിൽ പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിനോടുള്ള ഒരു കീഴൊതുങ്ങിയുള്ളൊരു ജീവിതം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ആ ഒരു കീഴൊതുങ്ങാനുള്ള മനസ്സുള്ള ആളിന്, അഹങ്കാരം മനസ്സിൽ തൊട്ട് തീണ്ടാത്ത, ഗർവില്ലാത്ത പച്ച മനുഷ്യരായ ആളുകളുണ്ടല്ലോ, അവർക്ക് ഉത്ബോധനമൊക്കെ പ്രയോജനപ്പെടും. അത് മുസ്ലിം സഹോദരങ്ങളുടെ, മുസ്ലിങ്ങളിൽ പെട്ടവരാവട്ടെ പുറത്തുള്ളവരാവട്ടെ. അല്ലാതെ ഈ അക്രമികളായ ഡമ്പും അഹങ്കാരവും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളൊന്നും ദീനിൻ്റെ വഴിയിൽ കൊണ്ടുവരിക സാധ്യമല്ല. അവരെ വഴി നടത്താൻ ഒരിക്കലും സാധ്യമല്ല. كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. ഈ പരലോകത്തെ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം രസകരമായൊരു ചോദ്യം എല്ലാവരും പറയാം. യറൗനഹ ലം യൽ, ഇതൊക്കെ ഇങ്ങോട്ട് കാണുമ്പോൾ യൽബഥു ഇല്ല അഷിയ്യതൻ ഔ ദുഹാഹ, ഒന്നെങ്കിൽ ഞങ്ങൾ രാത്രി, അല്ലെങ്കിൽ ഒരു പകൽ, അല്ലെങ്കിൽ വൈകുന്നേരം, ഒരു കുറച്ച് നേരമല്ലേ നമ്മളായിട്ടുള്ളൂ. ഈ മരിച്ച ആൾക്കാരും അതാണ് പറയുക. നമ്മളിപ്പോൾ ഉറങ്ങി എണീറ്റാൽ എങ്ങനെ പറയാം? നമ്മൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ പറയാം കുറച്ച് നേരമല്ലേ ആയുള്ളൂ. ചിലപ്പോൾ ഒരു ദിവസം മൊത്തം ഉറങ്ങിയാലും, ഇപ്പോൾ പകലൊക്കെ ഉറങ്ങുന്നവരുണ്ടാവില്ലേ, നിയന്ത്രണമില്ലാതെ രാവിലെ ഒരു 5 മിനിറ്റ് കിടക്കാൻ വെച്ച് കിടന്നായിരിക്കും, അസറിന് എണീക്കുക. അസറിന് എണീറ്റിട്ട് പറയാം 8:05 കിടന്നപ്പോൾ 8:10 ഉണ്ടാവും. വാച്ചെടുത്ത് നോക്കും, അസർ ബാങ്കോ, ഞാൻ എത്ര ഉറങ്ങിയത് എന്ന്. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുള്ള അനുഭവമല്ലേ, എൻ്റെ ജീവിതത്തിലുണ്ട്. ഇതുപോലെ നമ്മൾ പറയും. ഈ മരിച്ചു കിടക്കുന്ന ആൾക്കാരൊക്കെ എണീറ്റിട്ട്, അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവത്തിൽ ഇതുണ്ട്. വർഷങ്ങളോളം കടന്നിട്ട് അവർ എണീറ്റിട്ട് പരസ്പരം പറയുന്നുണ്ട്, വൈകുന്നേരം ആയോ അതോ രാവിലെ ഉച്ചയായിരുന്നു. ഒരുത്തം പറയേണ്ട ഉച്ചയായി, അയാൾ പറയും വൈകുന്നേരമായി, കുറച്ച് നേരം ആയല്ലോ നമ്മൾ ഉറങ്ങി. അവർ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അത്രയും അവർക്ക് ഗസ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഈ പരലോകത്ത് എല്ലാ മനുഷ്യന്മാരും ഉയർത്തി നിൽക്കുന്ന ദിവസവും അത് തന്നെ ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ത്യനാൾ സംഭവിക്കും. കാഫിറുകളായ നിഷേധികൾ അവരവരുടേതായ രീതിയിൽ പോകും, നരകത്തിലേക്ക് എത്തും. സത്യവിശ്വാസികളായ അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ അത് പരിഗണിച്ചുകൊണ്ടും മഹത്വപ്പെടുത്തിയും അള്ളാഹിൻ്റെ ദീനിനെ, ഈ സൂറത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻ്റ് ആകുന്ന പോയിൻ്റ് ഇതാണ്, ഈ ആയത്താണ്.
40-ാമത്തെ ആയത്തിൽ മക്കാം അള്ളാഹിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടണമെങ്കിൽ ഈ ഒരു നഹൻ നഫ്സിൽ നിന്ന് തൻ്റെ നഫ്സിൽ നിൻ്റെ തോന്നലുകൾക്കെതിരെ ചെയ്തിട്ട് എന്നുവെച്ചാൽ അതിനെതിരെ പ്രതിരോധിച്ചുകൊണ്ട് സ്വന്തം നഫ്സിൻ്റെ ഹവയിൽ നിന്ന് നഫ്സിൻ്റെ താന്തോന്നിത്തങ്ങളോട് പടപുരുതിക്കൊണ്ട് താന്തോന്നികളുടെ ആലസ്യത്തിൽ നിന്ന് മാറി, ഞാൻ പരമാവധി മലയാളം ലഘുവാക്കുക, സ്വയം തോന്നുന്ന നമ്മുടെ വിചാരമില്ലേ, നമ്മളെന്തൊക്കെയോട് ചിന്തിക്കണ്, നമ്മുടെ ശരീരം ഇങ്ങനെ ആഗ്രഹിക്കുന്ന ശരീരത്തിൻ്റെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കാതെ അള്ളാഹുവിൻ്റെ മക്കാമിനെ പരിഗണിച്ചിട്ട് സത്യവിശ്വാസികളായി ഖുശൂഓടുകൂടെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കാണ് അള്ളാഹു സുന്ദരമായ സ്വർഗപ്രവേശനം കിട്ടുക. അള്ളാഹുവെ നിൻ്റെ ഉന്നതമായ സ്ഥാനവും മഹത്വവും അറിയാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ. അള്ളാഹ് അറിവുള്ളവനും അറിവില്ലാത്തവരും സമന്മാരാകുമെന്ന് ഖുർആൻ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവെ അറിവ് നൽകണേ. അള്ളാഹ് നിന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ അള്ളാഹുവെ നിൻ്റെ സ്ഥാനം, അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ, അതനുസരിച്ച് നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൻ്റെ ഹിതങ്ങൾക്കനുസരിച്ച് കൊണ്ട് നിൻ്റെ ദീനനുസരിച്ച് കൊണ്ട് അള്ളാഹുവെ ഈ ഭൂമിയിൽ ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു തരണേ അള്ളാഹ്. ഖുർആൻ തദബ്ബുർ ചെയ്യാൻ, ഖുർആൻ്റെ അഹലുകാരായി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അമലു സ്വാലിഹാത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവെ സ്വർഗം നേടുന്ന സത്യവിശ്വാസികളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അള്ളാഹ്. അല്ലാഹുമ്മ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ ഹലാലൻ ത്വയ്യിബ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.